വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ സാഹിത്യത്തിലൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ആത്മകഥകൾ 1-2 മാർക്കിനൊക്കെ എല്ലാ എക്സാമിനും ഡിഗ്രി ലെവലാണെങ്കിലും 10th ലെവലാണെങ്കിലും കാണാറുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ കോഡൊക്കെ വെച്ച് നമുക്ക് സെറ്റാക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ആത്മകഥാ സംക്ഷേപം അതാരുടെയാണ്? വൈക്കത്ത് പാച്ചുമൂത്തത്. ആത്മകഥാ സംക്ഷേപം വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെയാണ്. എൻ്റെ കഥ മാധവിക്കുട്ടി. അപ്പോൾ എൻ്റെ കഥ എന്ന ആത്മകഥ ആരുടെയാണ്? മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ കഥകളാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് അല്ലേ? ഒരുപാട് കഥകൾ നമ്മൾ വായിക്കാറുണ്ട്. അപ്പം എൻ്റെ കഥ എന്ന് മാത്രമാണെങ്കിൽ അത് മാധവിക്കുട്ടിയുടെയാണ്. എന്നാൽ എൻ്റെ ജീവിതകഥ AKG. അപ്പോൾ AKGയിലൊരു G ഉണ്ട്, ജീവിത കഥ. അപ്പോൾ AKGയിൽ G ഉണ്ട്. അപ്പോൾ ജീവിത കഥ ആരുടെയാണ്? AKGയുടെയാണ്. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെയാണ്. എൻ്റെ ജീവിത സ്മരണകൾ, ജീവിത സ്മരണ മന്നത്ത് പത്മനാഭൻ. എൻ്റെ നാടക സ്മരണയാണെങ്കിൽ PJ ആൻ്റണി. അതായത് നാടകവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ് PJ ആൻ്റണി. അപ്പോൾ എൻ്റെ നാടക സ്മരണയാണെങ്കിൽ ആരുടെ ആയിരിക്കും? PJ ആൻ്റണിയുടെ ആയിരിക്കും. എൻ്റെ ബാല്യകാല സ്മരണകൾ C അച്യുതമേനോൻ. അപ്പോൾ നമ്മൾ ബാല്യകാലത്ത് നമ്മൾ വിളിക്കുന്ന പേരാണല്ലോ അച്ചു, അപ്പോൾ എന്നൊക്കെ വിളിക്കും. അപ്പം ബാല്യകാല സ്മരണകൾ ആരുടെയാണ്? C അച്യുതമേനോൻ്റെ ആണ്. എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. അപ്പോൾ വൈലോപ്പിള്ളി ഒരു കവിയല്ലേ, അദ്ദേഹം കൂടുതലും കവിത ഒക്കെയല്ലേ എഴുതുന്നത്. അപ്പോൾ വൈലോപ്പിള്ളിയുടേത് എൻ്റെ കാവ്യലോക സ്മരണകൾ. എൻ്റെ ഡയറി TN ഗോപിനാഥൻ നായരുടേതാണ്. എൻ്റെ ഡയറി. എൻ്റെ ഡയറി TN ഗോപിനാഥൻ നായർ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. എൻ്റെ കഥ എന്ന് പറയുമ്പോൾ എന്താണ്? മാധവിക്കുട്ടീനെ റിലേറ്റ് ചെയ്യുക, മാധവിക്കുട്ടി. ഇനി എൻ്റെ ജീവിതകഥ. അപ്പോൾ ജീവിതകഥയുടെ Gയും AKGയുടെ Gയും ആണ് കണക്ട് ചെയ്യേണ്ടത്. ജീവിത സ്മരണ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഓർക്കാം, എന്താണ്? മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനം നമ്മൾ മന്നം ജയന്തിയായിട്ട് ഇല്ലേ? ഇപ്പം അങ്ങനെ മന്നം ജയന്തിയായിട്ട് മന്നത്ത് പത്മനാഭൻ്റെ ജീവിത സ്മരണ, അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണയല്ലേ മന്നം ജയന്തി എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ അത് റീസെൻ്റായിട്ടല്ലേ വരാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണയായിട്ടാണ് മന്നം ജയന്തി നമ്മൾ കൊണ്ടാടുന്നത്. അപ്പം അങ്ങനെ സ്മരണ വെച്ചിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓർക്കാം. ഇനി നാടകസ്മരണ എന്ന് പറയുമ്പോൾ നാടകവുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തിയാണ് ആര്? PJ ആൻ്റണി. അപ്പോൾ PJ ആൻ്റണി നാടകമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ നാടകസ്മരണ എന്ന് ഓർക്കാം. ബാല്യകാല സ്മരണ. അപ്പോൾ ബാല്യകാലത്ത് നമ്മൾ വിളിക്കുന്ന പേര് എന്തൊക്കെയാണ്? അച്ചു എന്ന് വിളിക്കുക അല്ലേ? അപ്പം C അച്യുതമേനോനാണ്. കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി. അപ്പോൾ കവിയാണ് വൈലോപ്പിള്ളി. അങ്ങനെ എൻ്റെ ഡയറി TN ഗോപിനാഥൻ നായർ. എൻ്റെ മൃഗയാസ്മരണകൾ. അപ്പോൾ മൃഗയാസ്മരണ എന്ന് പറയുമ്പോൾ മൃഗവുമായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പോൾ ഒരു വലിയ കോഴി തമ്പുരാനില്ലേ, അപ്പോൾ കോഴിയായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പം മൃഗയാസ്മരണകൾ വലിയ കോഴി തമ്പുരാൻ. എൻ്റെ കലാജീവിതം. അപ്പോൾ കലാജീവിതം PJ ചെറിയാൻ. അപ്പോൾ എൻ്റെ കലാജീവിതം. അപ്പോൾ എല്ലാവരും കലാജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ രീതിയിലായിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ എല്ലാ കലാജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് എളുപ്പം തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ കലാജീവിതം സ്റ്റാർട്ട് ചെയ്തത് ചെറിയ രീതിയിലാണെന്ന് ഓർത്താൽ PJ ചെറിയാൻ കിട്ടും. എൻ്റെ കലാജീവിതം ചെറിയാൻ. എൻ്റെ നാടുകടത്തൽ അത് നമുക്ക് കിട്ടും. ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളേനെയാണ് നമ്മൾ നാടുകടത്തിയ കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ അത് എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്ന. ഇപ്പോൾ റീസെൻ്റായിട്ട് പൊന്ന്, അതായത് ഗോൾഡിന് ഭയങ്കരമായിട്ട് വഴിത്തിരിവാണ് അല്ലേ? 1 ലക്ഷമൊക്കെ കടന്നിരിക്കണം. അപ്പം അങ്ങനെ എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. എൻ്റെ വഴി അമ്പലങ്ങൾ. നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, കാവിലൊക്കെയും പോകാറുണ്ട്. അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ എന്തായിരിക്കും? ഒരുപാട് കാടുണ്ടായിരിക്കും. അമ്പലത്തിൽ പോണ വഴി ഒരുപാട് കാടുണ്ടായിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ എൻ്റെ വഴി അമ്പലങ്ങൾ SK പൊറ്റക്കാട്. എൻ്റെ സഞ്ചാരപദങ്ങൾ കളത്തിൽ വേലായുധൻ നായരാണ് എൻ്റെ സഞ്ചാരപദങ്ങൾ. എൻ്റെ സഞ്ചാരപദങ്ങൾ കളത്തിൽ വേലായുധൻ നായരാണ്. സഞ്ചാരപദങ്ങൾ കളത്തിൽ വേലായുധൻ നായരാണ്. എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ. എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കനാണ് എൻ്റെ കുതിപ്പും കിതപ്പും. എൻ്റെ ഇന്നലകൾ CK ചന്ദ്രപ്പൻ. എൻ്റെ ഇന്നലകൾ CK ചന്ദ്രപ്പൻ. എൻ്റെ കഥയില്ലായ്മകൾ AP ഉദയഭാനു. അപ്പോൾ ഈ സഞ്ചാരപദങ്ങളും അതുപോലെ കുതിപ്പും കിതപ്പും ഇന്നലകൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് അതിനെ കണക്ഷൻ ഒപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ കഥയില്ലായ്മകൾ നമുക്കറിയാം, ഉദയനാണ് താരം അല്ലേ? ആ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ കഥ മോഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഥയില്ലായ്മയാണ്. അപ്പം AP ഉദയഭാനുവിൻ്റെ ആത്മകഥ എന്താണ്? എൻ്റെ കഥയില്ലായ്മകൾ. ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. എൻ്റെ മൃഗയാസ്മരണകൾ വലിയ കോയി തമ്പുരാൻ്റെയാണ്. എൻ്റെ കലാജീവിതം
ജീവിതം എങ്ങനെയാണ് ചെറുതാണ്. അപ്പോൾ PJ ചെറിയാൻ. എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. വഴി അമ്പലം, അമ്പലത്തിൽ കാടുണ്ട്, അപ്പോൾ SK പൊറ്റക്കാട്. സഞ്ചാരപദങ്ങൾ കളത്തിൽ വേലായുധൻ നായർ. എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ. എൻ്റെ ഇന്നലകൾ CK ചന്ദ്രപ്പൻ. എൻ്റെ കഥ ഇല്ലായ്മകൾ ഉദയഭാനു, AP ഉദയഭാനു. ഇനി കുറച്ച് ഓർമ്മയുടെ വെച്ചിട്ട് തുടങ്ങുന്ന കുറച്ച് ആത്മകഥകളാണ്. അപ്പോൾ ഓർമ്മയുടെ തീരങ്ങളിൽ നമുക്കറിയാം തകഴി, ചെമ്മീൻ റിലേറ്റ് ചെയ്ത് നമുക്ക് തീരം കിട്ടും അല്ലേ. ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർമ്മയുടെ സരോവര തീരം, അവിടെ തന്നെ ഉണ്ട് ആൻസർ, സരോവരം സരോജ. ഓർമ്മയുടെ അറ, അപ്പോൾ അറയിലും ഒരു ബഷീറിലും ഒരു സൗണ്ടില്ല, അപ്പോൾ അറകൾ ബഷീർ, അങ്ങനെ ഓർക്കുക. ഓർമ്മയുടെ ലോകം അല്ലെങ്കിൽ വേറൊരു ആത്മകഥയാണ് എതിർപ്പ്. ഇതൊക്കെ P കേശവദേവാണ്. ഓർമ്മയുടെ ലോകത്തിൽ P കേശവദേവ്. അപ്പോൾ ഓർമ്മയുടെ തീരങ്ങൾ തകഴി, ഓളങ്ങൾ G ശങ്കരക്കുറുപ്പ്, സരോവര തീരങ്ങളിൽ സരോജ വർഗീസ്, ഓർമ്മയുടെ അറകൾ ബഷീർ. ഓർമ്മയുടെ ലോകത്തിൽ P കേശവദേവ്, വേറൊരു ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് എന്നുള്ളത്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി. ഓർമ്മ കുറിപ്പ് എന്നാണെങ്കിൽ അത് അജിതയുടേതാണ്. ഓർമ്മ കുറിപ്പുകൾ അജിത. ഓർമ്മ കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. അപ്പം ഈ കിളികൾ ഇങ്ങനെ ചിലക്കുമല്ലേ, ചിറ്റിലപ്പള്ളി ചിലക്കുക എന്ന് ഓർക്കാം. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയാണ് ഓർമ്മ കിളിവാതിൽ. ഓർമ്മയുടെ മാന്ത്രിക സ്പർശം മുതുകാട്. അപ്പം മാന്ത്രിക സ്പർശം എന്ന് പറയുമ്പോൾ തന്നെ മജീഷ്യൻ ആണെന്ന് കിട്ടും, മുതുകാട്. ഓർമ്മയുടെ കഥ N ഗോവിന്ദൻ കുട്ടിയാണ് ഓർമ്മയുടെ കഥ N ഗോവിന്ദൻ കുട്ടി. ഓർമ്മയുടെ ഭ്രമണപദം നമ്പി നാരായണൻ. ഭ്രമണപദം നമ്പി നാരായണൻ. അപ്പോൾ ഒന്നുകൂടെ, ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി. ഓർമ്മക്കുറിപ്പുകൾ അജിത. ഓർമ്മ കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയാണ്. ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം മുതുകാട്. ഓർമ്മയുടെ കഥ N ഗോവിന്ദൻകുട്ടി. ഓർമ്മകളുടെ ഭ്രമണപദം നമ്പി നാരായണൻ. ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ള. അപ്പോൾ ജീവിത സ്മരണകൾ ആരുടെയാണ്? EV കൃഷ്ണപിള്ള. ജീവിത സ്മരണകൾ രണ്ടുപേരുടെ ഉണ്ട്, അതായത് EV കൃഷ്ണപിള്ള, മാമൻ മാപ്പിള. അപ്പോൾ രണ്ടും പിള്ളമാർ തന്നെയാണ്, പിള്ള എന്ന് ഓർക്കാം. ജീവിത സ്മരണകൾ കൃഷ്ണപിള്ളയും മാമൻ മാപ്പിള. വ്യാഴവട്ട സ്മരണകൾ B കല്യാണിയമ്മ. അതായത് നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പഠിക്കുന്നതാണ് വ്യാഴവട്ട സ്മരണകൾ കല്യാണിക്കുട്ടി അമ്മയുടേതാണെന്ന്. ചിദംബര സ്മരണ ചുള്ളിക്കാടിൻ്റെയാണ്. ചിദംബര സ്മരണ ആരുടെ ആത്മകഥയാണ്? ചുള്ളിക്കാട്. വിപ്ലവ സ്മരണകൾ പുതുപ്പള്ളി രാഘവൻ. സ്മരണമണ്ഡലം PK നാരായണപിള്ള. അപ്പോൾ സ്മരണമണ്ഡലം PK നാരായണപിള്ള. മനസാ സ്മരാമി S ഗുപ്തൻ നായരുടേതാണ് മനസാ സ്മരാമി. അപ്പോൾ ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ള, അതുപോലെ മാമൻ മാപ്പിളയുടെ ഉണ്ട്. വ്യാഴവട്ട സ്മരണ B കല്യാണിക്കുട്ടിയമ്മ. ചിദംബര സ്മരണ ചുള്ളിക്കാട്. വിപ്ലവ സ്മരണകൾ പുതുപ്പള്ളി രാഘവൻ. സ്മരണമണ്ഡലം PK നാരായണപിള്ള. മനസാ സ്മരാമി S ഗുപ്തൻ നായർ. ആത്മകഥ എന്ന ആത്മകഥയുള്ളത് ആർക്കൊക്കെയാണെന്ന് ഒരുമിച്ച് അങ്ങ് പഠിക്കാം. EMSനുണ്ട്, KR ഗൗരി അമ്മയ്ക്കുണ്ട്, അന്ന ചാണ്ടിക്കുണ്ട്, KM പണിക്കറിനുണ്ട്. EMS ഗൗരിയമ്മ, അന്ന ചാണ്ടി, KM പണിക്കർ. EMS KM പണിക്കർ. അപ്പോൾ EM KM, EMS KM പണിക്കർ, ഗൗരി അന്ന, അങ്ങനെ ഓർക്കാം. EMS KM പണിക്കർ, ഗൗരി അന്ന, KR ഗൗരി, അന്ന ചാണ്ടി. ആത്മകഥയ്ക്കൊരാമുഖം, അത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ്. ഏത്? ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജനം. ആത്മരേഖ വെണ്ണിക്കുളത്തിൻ്റെയാണ്. അപ്പോൾ നമ്മളൊരു രേഖ നമ്മൾ എന്ത് ചെയ്യുന്നു? എണ്ണും അല്ലേ? രേഖ എണ്ണും എന്നോർക്കുക. അപ്പോൾ വെണ്ണിക്കുളം, രേഖകൾ നമ്മൾ എണ്ണിയെടുക്കും. അപ്പോൾ വെണ്ണിക്കുളം. ആത്മായനം മുനി നാരായണ പ്രസാദിൻ്റെ ആത്മകഥയാണ് ആത്മായനം. അപ്പോൾ ആത്മകഥ എന്ന് ആർക്കൊക്കെയുണ്ട്? EMS പറഞ്ഞു, KM പണിക്കർ പറഞ്ഞു, ഗൗരിയമ്മ, പിന്നെ അന്നാചാണ്ടി. അത്ര. ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജനം. ആത്മരേഖ വെണ്ണിക്കുളം. ആത്മായനം മുനി നാരായണ പ്രസാദ്. ജീവിതപാത ചെറുകാട്. അപ്പോൾ ജീവിതപാതയിൽ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന ജീവിതപാതയിൽ ചെറിയ കാടും മുള്ളും ഒക്കെ ഉണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാടും മുള്ളും ഒക്കെ ഉണ്ടാവും, അങ്ങനെ ഓർക്കുക. എന്ത്? ജീവിതപാത ചെറുകാട്. ജീവിത സമരം C കേശവൻ്റെയാണ് ജീവിത സമരം. ജീവിത ഛായകൾ O മാധവൻ്റെയാണ് ജീവിത ഛായകൾ. ജീവിതവും ഞാനും K സുരേന്ദ്രൻ.
അനുഭവങ്ങൾ അഭിമതങ്ങൾ എൻ കൃഷ്ണപിള്ള. അനുഭവങ്ങൾ അഭിമതങ്ങൾ. അനുഭവങ്ങളുടെ സംഗീതം പവനൻ. പവനൻ ആരാണ്? PV നാരായണൻ നായരാണ് അല്ലേ. തൂലികാനാമം ഇനി പഠിക്കാം, അപ്പോൾ അതൊക്കെ അവിടെ വരും. അപ്പോൾ അനുഭവങ്ങളുടെ സംഗീതം പവനനാണ്. അനുഭവങ്ങളെ നന്ദി. വൈക്കം ചന്ദ്രശേഖർ നായരുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ അനുഭവങ്ങളെ നന്ദി. അപ്പോൾ ഇതൊക്കെ നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് തോന്നുന്നതിന് മാത്രം കണക്ഷനൊക്കെ ഇട്ട് അങ്ങനെ പോവാം. അല്ലാത്തത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഇട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ജീവിതപാത ചെറുകാട്. ജീവിത സമരം C കേശവൻ. ജീവിത ഛായ O മാധവൻ. ജീവിതവും ഞാനും K സുരേന്ദ്രൻ. അനുഭവങ്ങൾ അഭിമതങ്ങൾ N കൃഷ്ണപിള്ള. കൃഷ്ണൻ, മതം അങ്ങനെയൊക്കെ ഓർക്കണമെങ്കിൽ ഓർക്കാം. അനുഭവങ്ങളുടെ സംഗീതം പവനൻ. അനുഭവങ്ങളെ നന്ദി വൈക്കം ചന്ദ്രശേഖർ നായർ. മൈ സ്ട്രഗിൾ EK നായനാരുടെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾ. പതറാതെ മുന്നോട്ട് ആരുടെയാണ്? K കരുണാകരൻ്റെയാണ്. പതറാതെ മുന്നോട്ട്. സമരം തന്നെ ജീവിതം VS അച്യുതാനന്ദൻ്റെ ആണ്. അത് മിക്കവാറും ചോദിക്കും. സമരം തന്നെ ജീവിതം. തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടിയുടേതാണ്. തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടി. അപ്പം ഇതെല്ലാം ഒന്ന് ഒരുമിച്ച് തന്നിട്ടുണ്ട്. അതായത് EK നായനാർ മൈ സ്ട്രഗിൾ, K കരുണാകരൻ പതറാതെ മുന്നോട്ട്, VS അച്യുതാനന്ദൻ്റെ ആണ് സമരം തന്നെ ജീവിതം, തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടി. ഓക്കെ. അരങ്ങു കാണാത്ത നടൻ അതാരുടെയാണ്? തിക്കൊടിയൻ്റേതാണ്. അരങ്ങും അണിയറയും എന്നാണെങ്കിൽ കലാമണ്ഡലം കൃഷ്ണൻ നായരുടേതാണ്. അരങ്ങും അണിയറയും. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. എന്നാൽ കൊഴിഞ്ഞിലകൾ ആരുടേതാണ്? ജോസഫ് മുണ്ടശ്ശേരി. അപ്പം കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെയും കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയിലേതാണ്. ഇനി കവിയുടെ കാൽപ്പാടുകൾ കുഞ്ഞിരാമൻ നായർ. നമുക്കിങ്ങനെ ഓർക്കാം, കുഞ്ഞിക്കാലം എന്ന് ഓർക്കാം. കവിയുടെ കാൽപ്പാടുകൾ കുഞ്ഞിരാമൻ നായരാണ്. കണ്ണീരും കിനാവും പിന്നെ കോഡൊന്നും ആവശ്യമില്ല, എന്താ വീട്ടിൽ പഠിച്ചിരിപ്പാടിൻ്റെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അരങ്ങ് കാണാത്ത നടനാണ് തിക്കൊടിയൻ. അരങ്ങും അണിയറയും കലാമണ്ഡലം കൃഷ്ണൻ നായർ. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. കവിയുടെ കാൽപ്പാടുകൾ P കുഞ്ഞിരാമൻ നായർ. കണ്ണീരും കിനാവും വീട്ടിൽ പഠിച്ചിരിപ്പാട്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത് കുറച്ച് ആത്മകഥകൾ, അതിൻ്റെ ഒരു ചെറിയൊരു കണക്ഷനൊക്കെ വെച്ച് നമുക്ക് പഠിക്കാം. അതായത് എന്തായാലും ഒരു മാർക്കിനൊക്കെ മിക്ക ചോദ്യപേപ്പറിലും കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുത്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.